പ്രിയമുള്ളവരെ, അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നുവെന്ന് സൂചന നൽകിയത് ദേവസ്വം ബോർഡെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് റിപ്പോർട്ടറിനോട്. പ്രായച്ചിത്തം എന്തു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഇമെയിൽ അയച്ചു. വള്ളസദ്യ തുടങ്ങിയ സമയം ഉൾപ്പെടെ വിശദാംശങ്ങൾ ഇമെയിലിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായച്ചിത്തം നടത്താൻ നിർദ്ദേശിച്ചതെന്നും തന്ത്രി പറഞ്ഞു. തന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം. അസിസ്റ്റന്റ് കമ്മീഷണർ ആറന്മുളയുടെ ഒരു കത്ത് എനിക്ക് വന്നു. ഇതേപോലെ അഷ്ടമി രോഹിണി ദിനത്തിലെ അകട്ടെ കാര്യങ്ങളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടന്നു വന്നു. എന്നാൽ പുറത്തെ എന്തെങ്കിലും പ്രായശ്ചിത്തം വേണമെങ്കിൽ അത് അറിയിക്കണമെന്നും കാണിച്ചുകൊണ്ട് ഇത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത് എന്നൊന്നും ഒരു എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ലായിരുന്നു. അപ്പം അതിനൊരു മറുപടി ഞാൻ എഴുതി എസിക്ക് കൊടുക്കുകയുണ്ടായി. അകത്ത് പൂജ എപ്പോഴാണ് നടന്നത്, നേതി എപ്പോഴാണ് നടന്നത്, പുറത്തെപ്പോഴാണ് വിളക്ക് കത്തിച്ചത്, പുറത്തെപ്പോഴാണ് സദ്യ വിളമ്പിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു. ആ മറുപടിയിൽ ആണ് അകത്തെ പൂജകൾ 12 മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് 10:30 ശേഷം ഏതാണ്ട് 11-നുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയുണ്ടായെന്നും അകത്ത് നിന്ന് ആരും ദീപം കത്തിച്ചു കൊടുത്തിട്ടില്ല, പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന എസിയുടെ മറുപടി. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. ആദ്യത്തെ കത്തിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ആ പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ ഷഡ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു. അത്രയേ ഉള്ളൂ. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഇത് ദേവസ്വം ബോർഡാണോ ഈ ഇമെയിൽ അയച്ചത്? തന്ത്രി അതിന് മറുപടി പറയുകയാണ്. തന്ത്രിയായിട്ടുണ്ടാക്കിയ ഒരു വിവാദമല്ല എന്നാണോ മനസ്സിലാക്കുന്നത് പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. തന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഈ അഷ്ടമി രോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് 2 ഇമെയിലുകൾ തനിക്ക് അയച്ചു എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തെ ഇമെയിലിന് മറുപടിയായാണ് അവിടെ ആചാരലംഘനം നടന്നതായും അതിന് പ്രശ്ന പരിഹാരക്രിയകളൊക്കെ നടത്തണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു മറുപടി കത്ത് നൽകിയതെന്നും തന്ത്രി പറയുന്നു. അതായത് ആദ്യം ദേവസ്വം ബോർഡ് ഒരു കത്ത് അയച്ചത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അവിടെ ഈ വള്ളസദ്യ നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഇനി എന്താണ് പരിഹാരം എന്ന് തേടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പരിഹാരം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ആദ്യം ദേവസ്വം ബോർഡ് ഒരു കത്തയച്ചത്. പക്ഷേ തന്ത്രി പറയുന്നത് ആ കത്ത് ലഭിച്ചപ്പോൾ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ കത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് കൃത്യമായി സൂചിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒരു മറുപടി നൽകി. ആ മറുപടിക്കാണ് വിശദമായ ഒരു കത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ചത്. ആ ദേവസ്വം ബോർഡിൻ്റെ കത്തിൽ നിന്നും ഈ അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നുവെന്ന് തനിക്ക് കൃത്യമായി മനസ്സിലായി. അതിൽ ഈ സദ്യ വിളമ്പിയ സമയം, ഒപ്പം തന്നെ ഇപ്പോൾ തന്ത്രി സൂചിപ്പിച്ചതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ കൃത്യമായും ആ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് വായിച്ചു നോക്കിയപ്പോഴാണ് അവിടെ ആചാരലംഘനം നടന്നുവെന്ന് തനിക്ക് മനസ്സിലായത്. തന്ത്രി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്ന സമയം താൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ആചാരലംഘനം നടക്കുന്നുണ്ടോ എന്ന് എല്ലാ പ്രാവശ്യവും വന്ന് നേരിട്ട് സാന്നിധ്യം അറിയിച്ച് നോക്കിക്കാണുക എന്നുള്ളത് അപ്രായോഗികമാണെന്നും തന്ത്രി പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്രകാരമുള്ള വിവരം മാത്രമേ തനിക്കുള്ളൂ. മന്ത്രി വി എൻ വാസവനാണ് അന്ന് അഷ്ടമി രോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇന്നലെ രാത്രി തന്നെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. അതായത് തന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അവിടെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല, കൃത്യസമയത്ത് തന്നെയാണ്, സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി വി എൻ വാസവൻ ആ ചടങ്ങിൽ പങ്കെടുത്തതും ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചതും. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, മന്ത്രി വി എൻ വാസവൻ പുറത്ത് ഈ ദേവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഒന്ന്, ഊട്ടുപുരയ്ക്കുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുണ്ട്. ഇതിലേതാണ് ആദ്യം നടന്നത്? സ്വാഭാവികമായും ഈ ദേവന് കൊടുത്തിട്ടായിരിക്കുമല്ലോ അത്തരം സദ്യയിലേക്കൊക്കെ ഊട്ടുപുരയിലേക്ക് പോവുക. അങ്ങനെ തന്നെയല്ലേ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? അരുൺ, അവിടെ ആദ്യം മന്ത്രി വി എൻ വാസവൻ ക്ഷേത്രത്തിന്റെ പടിക്കെട്ടിന് താഴേക്കാണ് എത്തിയത്. അവിടെ വെച്ച് ദേവസ്വം ഭാരവാഹികളും ഒപ്പം തന്നെ ഈ പള്ളിയോട് സേവാസംഘം ഭാരവാഹികളും അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അവിടെ നാം ആ സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നത് നടയുടെ മുന്നിലേക്കാണ്. അവിടെ ആനക്കൊട്ടിലാണുള്ളത്. ആനക്കൊട്ടിലാണ് വിഭവങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ആദ്യം ഈ സദ്യ വിളമ്പുന്നു. അത് ഭഗവാനാണ് ആദ്യം നേദിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ കരക്കാരെയെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഊട്ടുപുരയിൽ ഇരുന്നാണ് മന്ത്രി വി എൻ വാസവൻ ഈ ഭക്ഷണം കഴിച്ചത്, അതായത് സദ്യ കഴിച്ചത്. ഈ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു അറിയിപ്പ് പ്രകാരം 10:30 കൂടി
മന്ത്രി വി എൻ വാസവൻ അമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് സ്വീകരണം നൽകുന്നു. അപ്പോൾ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഭാരവാഹികൾ അറിയിക്കുന്നു 11 മണിക്ക് മാത്രമേ ചടങ്ങുകൾ തുടങ്ങുകയുള്ളൂ എന്ന്. പിന്നീട് മന്ത്രി വി എൻ വാസവൻ അമ്പലത്തിനകത്ത് അവിടെ ഓഫീസിൽ വിശ്രമിക്കുന്നു. 11 മണിക്ക് ശേഷമാണ് അവിടെ ചടങ്ങുകൾ നടന്നത്. ഈ ശ്രീകോവിലിൽ നിന്നും വിളക്ക് അവിടെ നിന്നും കൊണ്ടുവന്ന് അവിടെ കത്തിച്ച് അതിനുശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നീട് 11:45 കൂടിയാണ് മന്ത്രി വി എൻ വാസവൻ ഊട്ടുപുരയിലേക്ക് ചെന്ന് ഭക്ഷണം കഴിച്ചത് എന്നാണ് CPM ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആചാരലംഘനം നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ തന്ത്രിയുടെ ഈ ഒരു കത്ത് പ്രകാരം 10:00-ക്ക് ശേഷം അവിടെ ഈ ചടങ്ങുകൾ നടന്നതായും 11:30 മുമ്പ് തന്നെ മന്ത്രി വി എൻ വാസവൻ അവിടെ ആഹാരം കഴിച്ചതായുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആചാരലംഘനം നടന്നു എന്ന ഒരു കാര്യം തന്ത്രി പറയുന്നത്. പക്ഷേ തന്ത്രി അവിടെ നേരിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് നൽകിയ ആ സമയക്രമം അത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു മറുപടി ഏതായാലും നൽകിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ പ്രവീൺ? അതെ, പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ, ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ, ഒപ്പം തന്നെ മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഈ ആനക്കൊട്ടിലിൽ ആണ് ഏറ്റവും ആദ്യം ഈ ഇലയിലേക്ക് വിഭവങ്ങൾ വിളമ്പുന്നത്. അത് ഭഗവാനാണ് സമർപ്പിക്കുന്നത്. ആ സമയത്തൊന്നും അവിടെ ആഹാരം കഴിക്കുന്ന ഒരു പതിവില്ല. പക്ഷേ വ്യക്തവുമാണ് ഇതൊക്കെ എന്തിനാണോ എന്തോ വിവാദമാക്കി മാറ്റുന്നത്. അന്ന് ദേവസ്വം ബോർഡിലെ ആൾക്കാരും പള്ളിയുടെ സേവാ സംഘത്തിലെ ആൾക്കാരും ഒക്കെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് ആനക്കൂട്ടിൽ പോയി ദേവന് ഭക്ഷണം കൊടുത്തിട്ടാണ് ഉള്ളിൽ പോയി ഭക്ഷണം കഴിച്ചത്. പിന്നീട് തന്ത്രിക്ക് ഒരു മെയിൽ അയക്കുക. പാവം തന്ത്രി അതിനകത്ത് പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പ്രായച്ചിത്തം വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അയക്കുക. ഈ കാലത്തും അതൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ്.